നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാ മോളെ? സേതുട്ടാ, വന്ന കാര്യം നടന്നു. ഭാമ ഒബ്സർവേഷനിലാ. കുറച്ചുമുമ്പ് മായ ഭാമയുടെ ഫോണിലോട്ട് വിളിച്ചിരുന്നു. അപ്പൊ അമ്പാലിയന്റെ വിവരം പറഞ്ഞു എന്ന് മായനോട് പറഞ്ഞായിരുന്നു. അതെ സേതുട്ടാ, ഒടുവിൽ ഭാമയ്ക്ക് മുമ്പിൽ എനിക്ക് തോൽക്കേണ്ടി വന്നു. ഇവിടെ തോൽവിയുടെയും ജയത്തിന്റെ ഒന്നും കാര്യമില്ലോ മോളെ. ഇപ്പം നിന്റെ നിലനിൽപ്പാണ് ഇവിടെ പ്രധാനം. നീയും സൂര്യ ആഗ്രഹിച്ചുള്ള ജീവിതം കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം. അതിന് ദൈവം കാണിച്ചെന്നൊരു വഴിയാണ് ഭാമ. അതെ സേതുട്ടാ, എല്ലാം ദൈവത്തിന്റെ തീരുമാനം തന്നെയാണ്. നമുക്കത് തട്ടിയറിയാൻ പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. അല്ല അതിരിക്കട്ടെ, നിങ്ങൾ എപ്പോഴാണ് ഇനി തിരിക്കുന്നത്? ഉടനെ തിരിക്കുവേട്ടാ. ഭാമയെ നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ സൂര്യയോടൊപ്പം വീട്ടിലൊന്ന് പോയിട്ട് വരും. ആ അത് മതി. അല്ല അവിടെ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? ഞാനും സൂര്യയുണ്ട്. പിന്നെ അമ്പാലികാന്റി മാത്രമേ അവിടെ നിന്ന് വന്നിട്ടുള്ളൂ. ആ നീ അവരൊന്ന് സൂക്ഷിച്ചോണം. എന്തോ ഒരു ചുറ്റിക്കളി ഒപ്പിക്കാനുള്ള പുറപ്പെടാണെന്ന് എനിക്ക് തോന്നുന്നത്. പഠിച്ച കള്ളിയാണ് അവര്. കാണിക്കുന്നവരൊക്കെ കാണിക്കട്ടെ ഏട്ടാ, നമ്മളൊന്നിനും പോവാതിരുന്നാ മതി. ആ തള്ളയോടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. എനിക്കൊരു കാണുമ്പോ ചൊറിഞ്ഞു വരും. ഭാമയ്ക്ക് വില പറഞ്ഞ സാധനല്ലേ അവര്. നമ്മൾ എന്തൊക്കെ കണ്ടിരിക്കുന്നു സേതുവേട്ടാ, ഇത് അതുപോലെ തന്നെ കണ്ടാ മതി. ഇതിനി എത്രയും വേഗം ഒന്ന് സക്സസ് ആയാൽ മതിയായിരുന്നു. എന്താ സേതുവേട്ടാ ഒന്നും അറിയാത്ത പോലെ? ഇനി 10 മാസം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ മതിയാവൂ. നിന്റെ സന്തോഷത്തിന് വേണ്ടി എത്ര മാസം വേണമെങ്കിലും നമ്മൾ കാത്തിരിക്കും മോളെ. ശരിയേട്ടാ, വന്നിട്ട് ബാക്കി സംസാരിക്കാം. അമ്മയോടൊന്ന് പറഞ്ഞേക്കണേ. ശരി മോളെ. അവളാ. എന്താ പറഞ്ഞേ? അമ്മേ അവരിപ്പോ വരും ഇങ്ങോട്ട്. ഭാമ ഒബ്സർവേഷനിലാണ്. അമ്പാലികാന്റി വരുമോ? അത് പറഞ്ഞില്ല, ചിലപ്പോ വരുമായിരിക്കും. വരും, വരാതിരിക്കില്ല. അല്ലെങ്കിൽ അഭി വിളിക്കുമ്പോ വഴക്ക് പറയും. ഭാവനയുടെ സംസാരത്തിൽ എങ്ങനെയാ സേതുട്ടാ? സന്തോഷമുണ്ടോ? എന്നോട് സ്നേഹത്തോടൊക്കെ സംസാരിച്ചത്. പിന്നെ ഭാമയുടെ മുന്നിൽ തോറ്റുപോയെന്നൊരു വാക്ക് പറഞ്ഞു. അവൾ അങ്ങനെ ചിന്തിക്കൂ. അത്രയ്ക്ക് ശ്രദ്ധയോടാണല്ലോ ഭാമയെ ഭാവന വളർത്തിയത്. എന്തായാലും ഭാമ ഭാവനയ്ക്ക് വേണ്ടി ഇങ്ങനൊരു പ്രത്യുപകാരം ചെയ്യുമെന്ന് ഒരാളും വിചാരിച്ചില്ല. ഇനി ഭരത് വന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. അവനൊന്നും വരത്തൊന്നുമില്ലമ്മേ. അന്ന് വന്നതിന് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഞാനും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിരുന്നു. ഡോക്ടറോട് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു സേതുട്ടാ. അതെന്തിനാ? അല്ലടാ, ഇത് ഈ സാധാരണ പോലത്തെ ഗർഭധാരണയല്ലല്ലോ. അപ്പൊ അവളെ എങ്ങനെയാ ശ്രദ്ധിക്കേണ്ടെന്നുള്ളത് ചോദിച്ചു വെക്കാമായിരുന്നു. അതിന് ഭാവന കൂടെ ഉണ്ടല്ലോ അമ്മേ. അവൾക്ക് അറിഞ്ഞിടാത്തതാണോ? അവളിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാണെന്നുള്ളത് നമുക്കല്ലേ അറിയൂ. മാത്രമല്ല, ഇതുപോലൊരു സംഭവം അവൾ നേരിടുന്ന ആദ്യമായിട്ടായിരിക്കില്ലേ. എന്തായാലും സമയമുണ്ടല്ലോ. അടുത്ത തവണ ഭാമ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അമ്മ കൂടി പോയാൽ മതി. മായ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അത്യാവശ്യം ഗോവിന്ദനെ ഒന്ന് കാണും. അവര് വരുമ്പോ നീ ഇവിടെ കാണില്ലേ? നോക്കട്ടെ അമ്മ. മായ എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ശരി ഏട്ടാ. ശരി. താനത് പോയി നോക്കിയിട്ട് വാ. ഇതിപ്പോ ഒരുപാട് സമയമല്ലോ. അവിടെ അമ്പാലികാന്റി ഉണ്ടല്ലോ സൂര്യ, നമുക്കിവിടെ ഇരിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും. എന്തായാലും ഭാമയോട് ഇപ്പൊ അമ്പാലികാന്റിക്ക് നല്ല സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ ഭാമയും കൊണ്ട് രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. അതാ സൂര്യ ഞാനും ആലോചിച്ച്. അമ്പാലികാന്റി എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഭാമയോടൊപ്പം നിൽക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് തന്നോടോ ഭാമയോടോ തന്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാവില്ല. അതെ, അതാ ഞാനും ചിന്തിക്കുന്നു. ഇനി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഉദ്ദേശം ആന്റിയുടെ മനസ്സിലുണ്ടെങ്കിലോ? പറയാൻ പറ്റില്ല. ഇന്ന് വരെ ആ സ്ത്രീ ഒരു നല്ല കാര്യം ചെയ്തതായിട്ട് നമുക്കറിയില്ലല്ലോ.
അപ്പൊ പിന്നെ ഇതിന് പിന്നിലും എന്തോ ഒരു ദുരുദ്ദേശം കാണാനാണ് സാധ്യത. ഇതൊക്കെ കൊണ്ടാ ഞാൻ ആദ്യമേ ഇതിന് താല്പര്യം കാണിക്കാത്ത. ഇനിയിപ്പോ മരുന്നിടത്ത് വെച്ച് കാണാം. ഭാമയെ തന്റെ വീട്ടിലേക്കല്ലേ കൊണ്ടുവന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭാമ പറയാതിരിക്കില്ലല്ലോ. അവൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ പറയൂ സൂര്യ. ആന്റിയുടെ മനസ്സിൽ എന്താന്ന് ഭാമയോട് പറയണമെന്നില്ലല്ലോ. എന്തായാലും നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഭാവന. അഭിയുടെ അച്ഛൻ ഇതിലൊന്നും ഇടപെടാത്തതിൽ എനിക്ക് സംശയമുണ്ട്. അങ്കിളിനെ ആന്റി ഇടപെടുത്തിയിട്ട് വേണ്ടേ? പിന്നെ അങ്കിളിനോട് പറയാതെ ഒരിക്കലും അഭിയും ഭാമയും ഇങ്ങനൊരു കാര്യത്തിന് തയ്യാറാവില്ല. ഭാവന, ഡോക്ടർ. എല്ലാം ഓക്കെയാണ് ഭാവന. ഇനി ഒരു ടെൻഷനും വേണ്ട. ശരി ഡോക്ടർ. നിങ്ങളെ അങ്ങോട്ട് കണ്ടില്ല. ഞങ്ങൾ വരുമ്പോ ഭാമയെ ഡോക്ടറെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ആ, അമ്പാലിയെ കണ്ടിട്ടാ ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. വരാൻ പറഞ്ഞതിൽ നേരത്തെ തന്നെയാ അമ്പാലിക ഭാമയും കൊണ്ട് വന്നതും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഭാമയെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റും ഡോക്ടർ? ഭാമ ഒബ്സർവേഷനിലാണ്. നിങ്ങളിവിടെ കാണുമല്ലോ, ഞാൻ പറയാം. ശരി ഡോക്ടർ. ഭാവനെ, ആന്റി, ഭാമയെ ഞാൻ കൊണ്ടുപോവാം. കുറച്ച് ദിവസം എന്റെ കൂടെ നിൽക്കട്ടെ. ആന്റി അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കാന്നല്ലേ പറഞ്ഞിരുന്നേ? പറഞ്ഞിരുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷേ അഭി തന്നെയാ വിളിച്ചപ്പോ പറഞ്ഞത് കുറച്ച് ദിവസം ഭാമ വീട്ടിൽ വന്ന് നിൽക്കട്ടെന്ന്. എവിടെ നിന്നാലെന്താ, നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ആ, അത് പിന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുവോ? ഞാനും കൂടി സമ്മതം നൽകിയിട്ടാ ഭാമ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറായത്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ അവളെ പറഞ്ഞയക്കുന്നത് ശരിയല്ലല്ലോ. എന്താ ഭാവനെ, ഭാമയെ ഞാൻ കൊണ്ടുപോകുന്നേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ ഇപ്പോ ഇഷ്ടക്കുറവിന്റെ കാര്യമൊന്നുമില്ലല്ലോ. ഭാവനയുടെ വീട്ടിലാവുമ്പോ ഭാമയെ ശ്രദ്ധിക്കാൻ എല്ലാരും ഉണ്ടാവും. ഭാവനയെ അവളോടൊപ്പം തന്നെ കാണും. എന്റെ വീട്ടിലും ഞാനും എന്റെ മോളും ഉണ്ടല്ലോ, പിന്നെന്താ? എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ഡോക്ടർ. ഡോക്ടർ, ഒരു പേഷ്യന്റ് അന്വേഷിക്കുന്നു. എന്താ ഭാവനെ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി എനിക്ക് അവളെ കൊണ്ടുപോകാൻ പാടില്ല എന്നുണ്ടോ? ആന്റി എന്താ അങ്ങനെ പറഞ്ഞത്? ഭാമ ഇനി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയം. അതിനെന്തായാലും ആന്റിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഭാവനെ. ഞാൻ അവളെ കൊണ്ടുപോകുന്നതില് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാതിരുന്നാ മതി. അതല്ല, നിങ്ങളുടെ രണ്ടാളുടെയും കുഞ്ഞായോണ്ട് ഞാൻ അവളെ ശ്രദ്ധിക്കില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോവാം. ഞാൻ അഭിയെ വിളിച്ച് പറഞ്ഞോളാം. ആന്റി എന്തിനാ ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ? അല്ല പിന്നെന്താ, ഞാൻ ഭാമയെ കൊണ്ടുപോകുന്നതില് നിങ്ങൾക്ക് ഇത്ര വിഷമം? അങ്ങനെയാണെങ്കിൽ ഒരു സംസാരം വേണ്ട. ഭാമയെ കണ്ടിട്ട് നമുക്ക് പോവാം. അഭിയോട് ഞാൻ സംസാരിക്കാം. അവൻ എന്നോട് പറഞ്ഞത് ഭാവനയുടെ വീട്ടിൽ തന്നെ ഭാമയെ നിർത്തണമെന്ന്. അവൻ അല്ലെങ്കിലും അങ്ങനെ എന്നോട് പറയുന്നല്ല, നിങ്ങളോട് പറയുന്നേ. ഭാമയും മോളും ഉള്ളതല്ല ആന്റി. ആന്റിക്ക് എവിടെയെങ്കിലുമൊക്കെ പോണോന്ന് വെച്ചാ എന്ത് ചെയ്യും? അത് അപ്പോഴല്ലേ, നമുക്ക് അപ്പം നോക്കാം. ഭാവന, ഇനി ഇതേക്കുറിച്ച് സംസാരിക്കണ്ട, വിട്ടേക്ക്. അതെ ഭാവനെ, ഞാൻ ഭാമയെ കൊല്ലാനൊന്നും അല്ലല്ലോ കൊണ്ടുപോകുന്നത്. ഭാമയെ ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് നിർബന്ധിച്ച എന്തിനാണെന്ന് നിനക്കറിയാലോ. നിന്നെ അപായപ്പെടുത്താൻ ഞാൻ അജയനെ കൂട്ടുപിടിച്ചെന്നുള്ള ആരോപണം തെറ്റാണെന്ന് നിനക്ക് ബോധ്യപ്പെടുത്തി തരണം. അതിനുവേണ്ടി കൂടിയാ ഭാമ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ കൂട്ടുനിന്നത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും പറയണമല്ലോ.